വെറും 10 മിനിറ്റ് കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് സ്നാക്സോ ഇനിയിപ്പോ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് വരെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി പാൽ പത്തിരിയുടെ റെസിപ്പി ആയിട്ടോ ഇന്നത്തേത്. അപ്പൊ അരിയൊന്നും അരച്ച് വെക്കാതെ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വറുത്തറവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഇതേപോലെ കുറച്ച് കുറച്ചൊഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ തന്നെ. അപ്പൊ തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് കുറച്ച് കുറച്ചൊഴിച്ച് ഇതേപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് പോലെ എടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ പരത്തി, സാധാരണ നമ്മൾ പൂരിക്കൊക്കെ പരത്തില്ലേ ആ ഒരു വലിപ്പത്തിൽ പരത്തിയാൽ മതി കേട്ടോ. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ അടപ്പ് വെച്ച് ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇപ്പൊ കാണാനും ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പരത്തിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ അരിപ്പൊടിയിൽ 2 വശം ഒന്നും കൂടെ കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ സാധാരണ പൂരിയൊക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെ. ഇനിയിപ്പോ നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഇതേപോലെ 2 വശം ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുത്താലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള പാൽപത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നല്ല ചൂട് ബീഫ് കറിയുടെയും ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയുടെയോ നമ്മുടെ തേങ്ങാപ്പാലിന്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ട് കഴിക്കുക. കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ.